ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡ് നമുക്ക് കോംബോ ഓഫറിൽ വീഡിയോ കോളിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും ഓർക്കിഡിൻ്റെ നടീൽ രീതിയും അതുപോലെ എന്തെല്ലാം ഫെർട്ടിലൈസറാണ് അതിന് കൊടുക്കേണ്ടത് എല്ലാം നമുക്കിന്ന് വിശദമായിട്ട് കാണാം. നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അഞ്ജു മാഡമാണേ. പുതിയ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ, പുതിയ സൈസ് പ്ലാന്റുകൾ. നമ്മൾ ഈ പ്ലാന്റുകൾ കൊറിയർ ചെയ്ത് കൊടുക്കും. വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഈ പ്ലാന്റിൻ്റെ സൈസും ഫ്ലവറും എല്ലാം വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബുക്ക് ചെയ്തതിന് ശേഷമേ വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 1250 രൂപയ്ക്ക് 5 എണ്ണവും 2500 രൂപയ്ക്ക് 10 എണ്ണവും അങ്ങനെയാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത്. ഓർക്കിഡ്, ഫെലനോസസ്, വാൻഡ ഇതെല്ലാം നമ്മുടെ ഗാർഡനിൽ ഉണ്ട്. ഓരോരുത്തർ രാവിലെ വീഡിയോ കോൾ ചെയ്ത് പ്ലാന്റ് എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓരോരുത്തർ ഫോൺ വിളിച്ച് നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസും പ്ലാന്റിൻ്റെ ഫ്ലവറും എല്ലാം കാണിക്കും. നിങ്ങളുടെ പ്ലാന്റ് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ നമ്പരും പേര് എഴുതി നമ്മൾ പ്ലാന്റ് മാറ്റി വെക്കും. അതാണ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നത്. DTDC വഴിയും കൊടുക്കും, പോസ്റ്റ് ഓഫീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും കൊടുക്കും. കേരളത്തിൻ്റെ വെളിയിലോട്ടുമൊക്കെ കൊറിയർ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അഞ്ജു. പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര പെരുന്നാട് ആണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഗാർഡൻ്റെ പേര് അഞ്ജൂസ് ഗാർഡൻ എന്നാണ്. നേരത്തെ വീട്ടിലായിരുന്നു, ഇപ്പം നമ്മളൊരു നേഴ്സറി ആയിട്ട് പെരുന്നാട്ടിലോട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ അത്തിക്കയത്തായിരുന്നു. ഇപ്പം നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓർക്കിഡുകളാണ്. റോസയും മറ്റുള്ള എല്ലാ പ്ലാന്റുകളും നമ്മുടെ നേഴ്സറിയിലുണ്ട്. ഇപ്പം സ്റ്റോക്കുള്ളത് ഓർക്കിഡാണ്. ഓർക്കിഡ് കൂടാതെ ഫെലനോസസ് എല്ലാം ഉണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് ഓർക്കിഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഫെലനോസസ് റിപ്പോർട്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണുക. നേരിട്ട് വന്ന് വേണമെങ്കിലും പ്ലാന്റ് എടുക്കാം. നേരിട്ട് വരുവാണെങ്കിൽ നമ്മൾ വടശ്ശേരിക്കര പെരുന്നാട് പൂവത്തുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. എരുമേലി വഴി വരുന്നവർക്കും അത്തിക്കയം, വെച്ചുച്ചിറ, അത്തിക്കയം, പെരുന്നാട്ടിലാണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ്. നേരിട്ട് വരുന്നവർക്കും നമുക്ക് പ്ലാന്റ് എടുക്കാം. പിന്നെ ബാക്കി മിക്കവാറും എല്ലാ പ്ലാന്റുകളും ഉണ്ട്. റോസയൊക്കെ ആണെങ്കിലും കോംബോ ഓഫറിലുണ്ട്. ഓർക്കിഡ് വളർത്താൻ അറിയാത്തവർ കുറേ പേര് പറയും ഭയങ്കര പാടാണ്. ഓർക്കിഡ് വളർത്താൻ വളരെ ഈസിയാണ്. ഓർക്കിഡ് കുറച്ച് വെട്ടവും ഒക്കെ ഉള്ളിടത്ത് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അതായത് ഡെൻഡ്രോബിയം ചെയ്യേണ്ടത്. ഫെലനോസസിന് ഒരു 10% വെട്ടം മതി, വെയിൽ വേണ്ട തീരെ. അത് AC-യിൽ വേണേലും വളരുന്ന ഒരു പ്ലാന്റാണ് ഫെലനോസസ്. ഡെൻഡ്രോബിയം മാത്രം ഇച്ചിരി വെയിലും വെട്ടവും ഒക്കെ ഉള്ളിടത്ത് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. നമ്മൾ ചെറുതിലേ പ്ലാന്റ് പുറത്ത് വെക്കുവാണെങ്കിൽ മഴയും വെയിലും ഒക്കെ കൊണ്ടാലും ഒരു കുഴപ്പവും വരത്തില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളരും. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു തടി കഷ്ണത്തേലോ നമ്മുടെ യുക്തി പോലെ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ പ്ലാന്റ് നല്ലതായിട്ട് പിടിച്ച് കിട്ടും. നമുക്ക് ഈ 10 മാസം അല്ല 12 മാസവും പൂ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാസവളവും ജൈവവളവും ഡെൻഡ്രോബിയവും ഓർക്കിഡും എല്ലാം വളർത്തണമെങ്കിൽ ഇതെല്ലാം വേണം. അത് നമ്മൾ ചെയ്യേണ്ടത് മിറാക്കിൾ 20, മിറാക്കിൾ ഗ്രോ അങ്ങനെയൊക്കെയുള്ള ലിക്വിഡായിട്ടുള്ളതും കൊണ്ട്, അല്ലാതെ പൗഡർ പോലുള്ളതും ഉണ്ട്. അത് വാങ്ങിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലവർ ഉള്ളപ്പം ചെയ്യേണ്ടതും ഫ്ലവർ ഇല്ലാത്തപ്പം ചെയ്യേണ്ടതും ഗ്രോത്തിന് വേണ്ടിയുള്ളതും അങ്ങനെ പ്രത്യേകം കിട്ടും. നിങ്ങൾ ഇത് വളക്കടയിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി മിറാക്കിൾ 20, മിറാക്കിൾ ഗ്രോ നല്ല ബുഷായിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാനാണ്. പിന്നെ എസ്എം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്ത് കൊടുക്കുക. അത് നല്ലതായിട്ട് വേരോടാനും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജൈവവളം ചെയ്യുന്നത് കൊന്നയുടെ ഇല സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കൊന്നയുടെ ഇല നല്ലതായിട്ട് അരച്ച് മിക്സിക്കകത്ത് അരച്ചിട്ട് നല്ലതായിട്ട് അരിച്ച് ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അങ്ങനെ മുട്ടത്തോടെ, ഏത്തക്കായുടെ തോടെ ഇതെല്ലാം തിളപ്പിച്ച് അതും ഇരട്ടി വെള്ളമാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെയെല്ലാം നല്ലതായിട്ട് കെയർ ചെയ്യുമെങ്കിൽ നമ്മുടെ ചെടിയിൽ 10 മാസവും പൂവുണ്ടാവും. ഇതാണെങ്കിൽ ഫെലനോസസ് ആണ്. ഈ ഫെലനോസസ് മിനിയേച്ചർ ടൈപ്പാണ്. ഇത്
നമുക്ക് വളർത്താനും ഈസിയാണ്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇലയിൽ വെള്ളം വീഴാതും പിന്നെ ഒരുപാട് വെയിലുള്ളിടത്ത് വെക്കാതും ഒക്കെ നോക്കിയാൽ മതി. ഇപ്പം വാങ്ങിക്കുന്നവരും ഒന്ന് വാങ്ങിച്ച് വീട്ടിൽ പൂവുണ്ടായവരും ഒക്കെ ഇത് തന്നെയാണ് പിന്നെയും വാങ്ങിക്കുന്നത്. ആദ്യം ഭയങ്കര പാടാണെന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നത്, പിന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ വെറും ഈസിയായിട്ട് നമ്മൾ മറ്റുള്ള ചെടികൾ വളർത്തുന്നതിനെക്കാട്ടി ഈസിയായിട്ട് നമുക്ക് ഡെൻഡ്രോബിയം, ഓർക്കിഡും, ഫെലനോസസ് ഇങ്ങനെയുള്ള എല്ലാ ചെടികളും വളർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കാതെ 1-2 വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈസിയായിട്ട് വളർത്താൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഇവിടെ സ്റ്റോക്കുള്ള പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പ്ലാന്റ് കൊറിയർ ചെയ്ത് തരും. ഈ പ്ലാന്റിന് യായാക്കാൻ പറ്റും. ഈ പ്ലാന്റ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റാണ്. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഈ കാണുന്ന പ്ലാന്റ് സൈസാണ് തരുന്നത്. നമുക്കിന്നൊരു നല്ലൊരു ഓർഡർ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളായത്. അവർ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്ന പ്ലാന്റാണ്. ഇപ്പോൾ അതിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളായതല്ല. അപ്പം നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരമൊന്നും അല്ലെങ്കിൽ നമ്മളത് വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ നിങ്ങൾ സ്ഥലവും ഒക്കെ പറഞ്ഞു തന്നാൽ മതി. ദൂരം അല്ലെങ്കിൽ മാറും. ഒരുപാട് ദൂരമാണെങ്കിൽ പറ്റത്തില്ലേ. പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണെങ്കിൽ ഒക്കും. പത്തനംതിട്ട, കോട്ടയം അങ്ങനെയൊക്കെയാണെങ്കിൽ ഒക്കും. അല്ലാതെ ദൂരെയൊക്കെ ആണെങ്കിൽ പാടാം. ഫെലനോസസ് ഇതുപോലുള്ള ചട്ടികളിലാണ് നടാൻ നല്ലത്. എപ്പോഴും മൺചട്ടിയായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇതിപ്പം കാണിക്കുന്നത്. ഇതുപോലെ ചരിച്ച് വേണം പ്ലാന്റ് വെക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ചകിരിയുടെ നാരാണ് എടുക്കേണ്ടത്. ചകിരിയുടെ നാര് നല്ലതായിട്ട് വെള്ളത്തിലിട്ട് കഴുകി അത് നമ്മൾ വെച്ച് കൊടുക്കണം. ഓർക്കിഡിനും ഫെലനോസസിനും ആദ്യം നമ്മൾ വെക്കേണ്ടത് ചകിരിയുടെ നാര്. പിന്നെ നമുക്ക് കരി, ചെതുക്കിച്ച തടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫെലനോസസ് ഒന്ന് ചരിച്ച് വെക്കുക. പിന്നെ ഡെൻഡ്രോബിയം നേരെ വെക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ഫംഗിസൈഡായിട്ട് ഉപയോഗിച്ചത് സാഫാണ്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നത് നിങ്ങൾക്ക് മിക്കവാറും ഇത് വളർത്തുന്നവർക്കറിയാം. ഇതുപോലെ ഫ്ലവർ പോയതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ സാഫിനകത്ത് മുക്കി ഒരു 3 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ തണലുള്ളിടത്തോട്ട് 2-3 ദിവസം വെക്കണം. എന്നിട്ടേ ഒരുപാട് വെയിലുള്ളിടത്തോട്ട് വെക്കാവൂ. ഇതുപോലെ തന്നെ ഫെലനോസസും നമുക്ക് ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വെക്കണം. അഞ്ജു മാഡത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.